ഭാരത് അരി സംസ്ഥാനത്ത് 200 ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. നാഫെഡ്, NCCF, കേന്ദ്ര ഭണ്ഡാർ എന്നീ ഔട്ട്ലെറ്റുകളാണ് തുറക്കുക. 5-10 കിലോ പാക്കറ്റുകളിലായി 29 രൂപ നിരക്കിലാണ് അരി ലഭ്യമാവുക. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ഒരു തവണ 10 കിലോ ഭാരത് അരി വരെ ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് 29 രൂപ നിരക്കിൽ അരി വിതരണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ 200 ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും അരി വിതരണം ചെയ്യുന്നത്. നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ വഴിയാണ് അരി വിതരണം ചെയ്യുക. സ്വകാര്യ സംരംഭകർക്കും സൊസൈറ്റികൾക്കും വിൽപ്പനകളിൽ പങ്കാളികളാകാം. അരിയിൽ മുന്തിയ ഇനം പൊന്നിയരിയാണ് കേരളത്തിൽ ഇന്നലെ മുതൽ വിൽപ്പന ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 5 ടൺ അരിയാണ് വിതരണത്തിനായി എത്തിക്കുക. തുടർന്ന് അരിയുടെ ആവശ്യകത അനുസരിച്ച് കൂടുതൽ സ്റ്റോക്കുകൾ എത്തിക്കും. സംസ്ഥാന സർക്കാരിന് അരിവില പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലും അരിയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ ഭാരത് അരി കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ചത്. ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കഴിയാത്ത മേഖലകളിൽ മൊബൈൽ വാനുകൾ വഴിയായിരിക്കും അരി വിൽപ്പന നടത്തുക. പൊതുമാർക്കറ്റിൽ അരിവില കുത്തനെ കൂട്ടാനിരുന്ന സംസ്ഥാന സർക്കാരിന് തിരിച്ചടി കൂടിയാണ് ഭാരത് അരി. ജനം, തിരുവനന്തപുരം.